രംഗത്ത് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, പക്ഷെ തീരുമാനം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ പലവട്ടം കണ്ടു, തീരുമാനം ഉണ്ടാകുന്നില്ല. എന്തിനേറെ ഞങ്ങളുടെ വിഷയം എന്തെന്നൊന്ന് ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. 2018 പാക്കേജ് അനുവദിച്ചപ്പോൾ, വേതന പാക്കേജ് അംഗീകരിച്ചപ്പോൾ അന്ന് 6 മാസത്തിനകം പുനഃപരിശോധിക്കാം, ന്യൂനതകൾ എന്തെന്ന് കണ്ടെത്തിയത് പുനഃപരിശോധിക്കാമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയാണ് ഇന്നും മുഖ്യമന്ത്രി. 6 കൊല്ലം കഴിഞ്ഞു, ആ വേതന പാക്കേജിനെ കുറിച്ച് ചർച്ച പോലുമില്ല. അതാണ് നിർഭാഗ്യകരം. അപ്പൊ ഞങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ കടകൾ പലതും അടച്ചുപൂട്ടുകയാണ്. 10,000 രൂപ പോലും വരുമാനമില്ലാത്ത, പ്രതിമാസ വരുമാനമില്ലാത്ത ഏതാണ്ട് 3000-ഓളം റേഷൻ കടകൾ കേരളത്തിലുണ്ട്. അവരുടെ സ്ഥിതി എത്ര ദയനീയമാണ്. ഇതൊന്നും പറഞ്ഞാൽ അങ്ങ് മനസ്സിലാകില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളൊരു പ്രതിഷേധിക്കുമ്പോൾ അത് ഗവൺമെന്റിനെ ആക്ഷേപിക്കാനാണ് എന്നൊന്നും ആരും വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ജീവിക്കാൻ വേണ്ടി, ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അതിൽ നിന്ന് ഒരു തടയിടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം. അതുകൊണ്ട് 19-ാം തീയതിയിലെ കടയടപ്പ് സമരം, അത് എല്ലാ കടകളും അടഞ്ഞു കിടക്കും. സമരവുമായി സഹകരിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായി ഈ സമരവുമായി രംഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. ഇന്നലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ ഇന്നലെ ബഹുമാനായ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും, ഭക്ഷ്യവകുപ്പ് കമ്മീഷണർക്കും, മുഖ്യമന്ത്രിക്കും ഇന്നലെ നോട്ടീസ് കൊടുത്തു. കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഒപ്പിട്ട്, ജനറൽ കൺവീനർ എന്നുള്ളതിൽ ഞാൻ ഒപ്പിട്ടാണ് നോട്ടീസ് കൊടുത്തത്. മറ്റുള്ള നേതാക്കന്മാരുടെ അനുമതിയോടെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമരത്തിൽ നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം. 19-ാം തീയതി